കണ്ണൂരിൽ മഞ്ഞുരുക്കത്തിന്റെ കാഴ്ചകളാണ് കാണുന്നത്. 2 ദിവസത്തെ സസ്പെൻസ്ഫുൾ ത്രില്ലറായിരുന്നു കെ സുധാകരന്റെ അധ്യായം. ഇപ്പോൾ കെ സുധാകരനെ വീട്ടിലെത്തിക്കണ്ട് കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥി TO മോഹനൻ. സുധാകരന്റെ പിന്തുണ ഉണ്ടെന്നും സുധാകരൻ ഊർജം നൽകിയ നേതാവാണെന്നും TO മോഹൻ പറയുന്നു. 2 തവണയായി UDF പരാജയപ്പെടുന്നു. ആ UDFനെ തിരിച്ചു കൊണ്ടുവരിക ആ ഒരു വലിയ ദൗത്യമാണ്. ആ ദൗത്യം എല്ലാവരും കൂട്ടായി ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിലാണ്. അദ്ദേഹത്തിൻ്റെ സ്നേഹപൂർണ്ണമായ ആശ്ലേഷവും അതുപോലെ തന്നെ അനുഗ്രഹവും ഒക്കെ ഈ സമയത്ത് ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ജില്ലയിൽ മാത്രമല്ല സംസ്ഥാനത്ത് ഏറ്റവും ഉജ്ജ്വലമായി നയിച്ച ഒരു നേതാവാണ്. കണ്ണൂരിലെ കോൺഗ്രസ് പ്രവർത്തകന്മാർക്ക് എന്നും ഊർജവും ആവേശവും നൽകിയ നേതാവ് എന്നുള്ള നിലയിൽ തന്നെയാണ് എല്ലാ കാലത്തും അദ്ദേഹത്തെ നമ്മൾ കണ്ടിട്ടുള്ളത്. തന്റെ വാക്കു പാലിച്ചെന്ന് കെ സുധാകരൻ. മറ്റന്നാൾ മുതൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കെ സുധാകരൻ സജീവമാകാൻ ഒരുങ്ങുകയാണ്. ഇരിക്കൂർ മണ്ഡലത്തിൽ സജീവ് ജോസഫിന് വേണ്ടിയാകും ആദ്യം പ്രചാരണത്തിൽ ഇറങ്ങുക. അജീഷ് ജയകുമാർ ചേരുന്നു കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി. അജീഷ്, കെ സുധാകരന്റെ കോട്ടയാണ്, അല്ലെങ്കിൽ കെ സുധാകരന്റെ കരുത്തരായ അനുയായികളുള്ള ഇടമാണ്. കെ സുധാകരന്റെ കരുത്താണ് കണ്ണൂർ. അവിടെ അദ്ദേഹത്തിനെ മാറ്റി നിർത്തി അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പിണക്കിക്കൊണ്ടൊരു സ്ഥാനാർത്ഥിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഏതായാലും TO മോഹനൻ പിന്തുണ ഉറപ്പിക്കുന്നുണ്ടോ? TO മോഹനു വേണ്ടി കെ സുധാകരൻ അദ്ദേഹം ആഗ്രഹിച്ച കണ്ണൂരിൽ പ്രചാരണത്തിന് ഇറങ്ങുമോ? ക്രിസ്റ്റീന ഗോകുൽ, കാർമേഘങ്ങൾ ഒഴിഞ്ഞു. കണ്ണൂരിൽ TO മോഹനൻ UDF സ്ഥാനാർത്ഥിയായി. അദ്ദേഹം ഇന്ന് രാവിലെ മുതൽ പ്രചരണത്തിൽ സജീവമായി തുടങ്ങി. അതിനുശേഷം കെ സുധാകരനെ കാണാനായി അദ്ദേഹത്തിൻ്റെ നടാലിൽ വീട്ടിലെത്തി അദ്ദേഹത്തിൻ്റെ അനുഗ്രഹ ആശീസ്സുകൾ വാങ്ങി. അതിനുശേഷം പ്രചാരണത്തിൽ സജീവമാകാനാണ് TO മോഹനൻ്റെ ആലോചിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് കെ സുധാകരനെ കാണാനെത്തിയത്. കെ സുധാകരൻ ഷോൾ അണിയിച്ചാണ് TO മോഹനനെ സ്വീകരിച്ചത്. അതിനുശേഷം താൻ തൻ്റെ വാക്കു പാലിച്ചു എന്നാണ് TO മോഹനോട് പറഞ്ഞത്. അവർ അത് മുറിക്കുള്ളിൽ കൂടിക്കാഴ്ച നടത്തി. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമാകാമെന്ന് TO മോഹനോട് അറിയിച്ചിട്ടുണ്ട്. ഒരു സമയം നോക്കിയിട്ട് ആ കൺവെൻഷൻ തീരുമാനിക്കാനും TO മോഹന് അറിയിപ്പ് നൽകി. നാളെയോ മറ്റന്നാളോ ആകും TO മോഹന് വേണ്ടിയിട്ടുള്ള കൺവെൻഷൻ ആരംഭിക്കുക. ആ കൺവെൻഷനിലും കെ സുധാകരൻ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും കണ്ണൂരിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമാകാൻ തന്നെയാണ് കെ സുധാകരൻ ഡൽഹിയിൽ നിന്ന് എത്തിയതിനു ശേഷം എടുത്തിട്ടുള്ള തീരുമാനം. ഇതിന്റെ ഭാഗമായി ഇരിക്കൂറിൽ അദ്ദേഹം സജീവ് ജോസഫിന് വേണ്ടി പ്രവർത്തനത്തിനിറങ്ങും. അതിനുശേഷം മറ്റുള്ള മണ്ഡലങ്ങളിലും അദ്ദേഹം പോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.